അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അര കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുക. അര കപ്പ് ചെറുപയർ ഒരു ബൗളിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. പയർ നല്ലതുപോലെ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പയറൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. തലേ ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇപ്പം നമ്മൾ ചെറുപയർ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടേ പയറൊക്കെ നല്ല കുതിർന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 12 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. കശുവണ്ടി എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നെയ്യിൽ നിന്ന് കോരി മാറ്റിയ കശുവണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കശുവണ്ടി റോസ്റ്റ് ചെയ്തെടുത്ത ബാക്കി നെയ്യിൽ കൂടി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാമെന്ന് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്തതാണ്. ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എടുത്താലും മതി. പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. വലിയ ജീരകം, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ചെറിയ ബേ ലീഫ്. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവില്ല. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതും അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ കുതിർത്തെടുത്ത പയറിന്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം മുഴുവനും ഒരു അരിപ്പയിൽ കൂടി ഊറ്റിയെടുത്തിട്ട് വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇങ്ങനെ മുഴുവനും ഇട്ട് കൊടുക്കരുത്. അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ 2-3 കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളകാണ്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. 2 മുറിച്ചിട്ട് കൊടുക്കുക. ഇനി 5-6 കറിവേപ്പില ഇതുപോലെ കൈവച്ച് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചെറുപയർ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റിയില്ലേ 2 ടേബിൾ സ്പൂൺ പയർ അരച്ചത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂൺ. കട്ടകളെല്ലാം ഒന്ന് ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മിക്സ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാം ഒന്ന് തൈരുമായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ഒന്നെല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ബാക്കി അരച്ചെടുത്ത പയറിൻ്റെ മിക്സ് ഇല്ലേ, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചെറിയ ചെറിയ കുഞ്ഞ് ഹോളുള്ള ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ഹോളുള്ള തട്ടുണ്ടല്ലോ, ചില ഇഡലി തട്ടിലൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോളുള്ള തട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അരിപ്പ ഉണ്ടല്ലോ, അരിപ്പ എടുത്തിട്ട് സ്റ്റീലിന്റെ തന്നെ എടുക്കുക, പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്, എന്നാൽ പിന്നെ ഉരുകി പോകും. അരിപ്പയുടെ ഉള്ളിലുള്ള ആ തട്ടുണ്ടെങ്കിൽ അത് എടുത്താലേ മതി. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഹോളുള്ള ഈ തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പയറിൻ്റെ മിക്സിൽ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പ്രത്യേക ഷേപ്പൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് ജസ്റ്റ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കയ്യിൽ ആവി കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ കുറച്ച് ചെറിയ പാത്രത്തിലായതുകൊണ്ടാണ്, കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലാണ് നമ്മൾ കറി റെഡിയാക്കി എടുത്തതെങ്കിൽ കറി തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ തട്ട് വെച്ച് കൊടുത്താൽ മതി. ആദ്യമേ ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു. ഞാൻ കുറച്ച് ചെറിയ പാത്രത്തിലാണ് കറി തയ്യാറാക്കിയത്. കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലാണ് തയ്യാറാക്കിയെങ്കിൽ ഇതുപോലെ തട്ട് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കറി അങ്ങ് തിളച്ച് ചെറുതായിട്ടൊന്ന് കൂകി വരുന്ന സമയം ഇതും അങ്ങ് വെന്ത് കിട്ടും. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എളുപ്പമായിരിക്കും പെട്ടെന്ന്. വേറെ സ്റ്റൗവിൽ കറി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കറി തിളപ്പിക്കാൻ വെക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടല്ലേ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അങ്ങ് വെന്ത് കിട്ടിക്കോളും. അരച്ചെടുത്ത പയർ മുഴുവനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുക, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിക്കും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ നമുക്ക് ആവിയേറ്റി എടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആവിയേറ്റ് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല വെന്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 5 മിനിറ്റ് ആയി. ഇത് കറി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കുറച്ചിട്ട് വേണം പയറിൻ്റെ മിക്സ് ആവിയേറ്റി എടുക്കാനായിട്ട്. അപ്പോൾ പയറിൻ്റെ മിക്സ് ആവിയേറ്റി എടുത്തില്ലേ, അത് മുഴുവനും അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് അതിനെ തിളക്കട്ടെ. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കശുവണ്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് ഇതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഞാനിതാ 1 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഉലുവല ഉണക്കി പൊടിച്ചതാണ്. ഇതൊന്ന് തിരുമ്മിയിട്ട് വേണം, കൈകൊണ്ട് നല്ലോണം തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്പൈസസ് ചേർത്തതുകൊണ്ട് ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഈ കറി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല മണവുമാണ് ഈ കറിക്ക്. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ള ഈ കറി ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്